ഇതിന് നിങ്ങളുടെ അവിടെ എന്തെന്നാ പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ പറയുന്ന ഇതിന് അവൽ വിളയിച്ചത് അല്ലെങ്കിൽ അവൽ നനച്ചത് എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഇതേപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് മിൽമയുടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് പരിപ്പും മുന്തിരിയും വേണേൽ അണ്ടിപ്പരിപ്പ് എടുക്കാം, അല്ലെങ്കിൽ ബദാം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബദാമാണ് എടുത്തേക്കുന്നത്. ഇത് മൂന്നും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഈ അവലെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെളുത്ത അവലില്ലേ അതാണെങ്കിലും മതി. എന്നിട്ട് കൈകൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കിരികിരാന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ എന്തോരം അവലാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം ശർക്കര എടുക്കാൻ. അങ്ങനെ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്തും പിന്നെ നമ്മൾ എല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ച പരിപ്പും മുന്തിരിയും ബദാമും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അടി പിടിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നതാണ്. ഇതൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്കിലോട്ട് 3-4 ചതച്ച ഏലക്കായും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ലാസ്റ്റ് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.